സ്വപ്നാണ്. പലരും കണ്ട സ്വപ്നമാണ്, അത് ദീനല്ല എന്ന് നേരത്തെ മുജാഹിദിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവർ സമ്മതിക്കുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. ഈ രൂപത്തിൽ സ്വപ്നത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇവർ ദീൻ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവർ എത്തിച്ചേർന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഇവിടെ വിവാദമായിട്ടുള്ള മുടി, ആ മുടിക്കും അവലംബം എന്താണ്? ഈ സ്വപ്നമാണ്. ആധികാരികമായി ഇത് കൊണ്ടുവരുമ്പോ അതിനുള്ള രേഖ വെച്ച് തന്നെ സ്വപ്നമാണ്. കേട്ടോളൂ. അത് ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന, ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത്, അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ സ്വപ്നത്തിന് സാക്ഷി വന്നു. നമ്മൾ മനസ്സിലാക്കിയ സ്വപ്നത്തിന് സാക്ഷിയില്ല. ഇവിടെ സ്വപ്നത്തിന് സാക്ഷി വന്നു. കാര്യം എന്താ? നേരത്തെ ഇത് ഖസ്റജി സ്വപ്നം കണ്ടവർ ഉസ്താദിനോട് പറയുമ്പോൾ ഞാൻ അവിടെ ഹാജറുണ്ടായിരുന്നു, എന്നിട്ട് ഈ ഹാജറുണ്ടായിരുന്ന ഞാൻ ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. എന്താ അറിയിക്കുന്നത്? ഈ മുടി ഇതുവരെ ഉസ്താദിന് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി തരാത്തോണ്ട് ഇപ്പൊ നബി സ്വപ്നത്തിലൂടെ വന്ന് അനുമതി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മുടി ഞങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഖസ്റജി കാന്തപുരം ഉസ്താദിന് മുടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ വന്ന മുടിയല്ല, നബി പറഞ്ഞിട്ട് വന്ന മുടിയാണ്. അവിടെയും തക്ബീർ, അവിടെയും തക്ബീർ. നബി പറഞ്ഞിട്ട് വന്ന മുടിയാണ് എന്ന് ആധികാരികത ഉണ്ടാക്കിയാണ്, തെളിവുണ്ടാക്കിയാണ്. എന്നാ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്തെന്നറിയോ? ഇത് കേൾക്കുമ്പോ ചിലപ്പോ ഇവർ ധരിക്കും അങ്ങനൊക്കെ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരി തന്നെ ആയിരിക്കും. സ്വപ്നം തെളിവാണ് എന്ന് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി തന്നെ ആയിരിക്കും എന്ന് ചിലപ്പോ ഇത് കേൾക്കുന്നതിനിടയിൽ ആളുകൾ തെറ്റായി ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടെ തിരുത്തണം. ഇസ്ലാം ദീനിൽ സ്വപ്നം തെളിവല്ല. അത് ഇവർക്ക് നോർമൽ ആകുമ്പോൾ ഇവർ സമ്മതിക്കാറുണ്ട്. വയലന്റ് ആകുമ്പോഴേ പ്രശ്നമുള്ളൂ. വയലന്റ് ആയ പ്രശ്നമാണ്. നോർമൽ ആകുമ്പോൾ ഇവർ സമ്മതിക്കാറുണ്ട്. നേരത്തെ അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ ഒരു മൂല്യാരുണ്ട്, അള്ളാന്റെ പേരിൽ അപരാധം പറഞ്ഞ മൂല്യാര്, റസൂലുള്ളാന്റെ പേരിൽ അപരാധം പറഞ്ഞ മൂല്യാര്. ആ മൂല്യാര് തന്നെ നോർമലായപ്പോ പറഞ്ഞെന്ന് കേട്ടോളൂ. നമ്മൾ ഈ ലോകത്ത് ഒരു പക്ഷേ സുഖങ്ങൾ അനുഭവിക്കും, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ അനുഭവിക്കും. സ്വപ്നമല്ല ഇസ്ലാം. സത്യമായ റൂട്ടിലൂടെ നീങ്ങിയാൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷേ സത്യമായേക്കാം. സ്വപ്നങ്ങളിലൂടെയാണോ സത്യാസത്യ വേർതിരിക്കുന്നത്? അല്ല, സത്യമാണെന്നതിന് വേറെ തെളിവ് വേണം, എന്നിട്ട് സ്വപ്നം കാണട്ടെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ സത്യമാക്കാൻ നാം നോക്കരുത്. അതന്നെ കറക്റ്റ്. ഇത് നോർമൽ അവസ്ഥയിലാണ്. എന്താണ്? സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ ശരിയാക്കാൻ നോക്കരുത്. ഇനി മാത്രമല്ല, റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ടാലോ? നബിയെ സ്വപ്നം കാണാം, സംശയമില്ല, മുജാഹിദുകൾക്ക് തർക്കമില്ല. റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നാൽ അത് റസൂലുള്ളാഹി തന്നെയാണ്. പിശാച് ഒരിക്കലും റസൂലുള്ളാഹിന്റെ രൂപത്തിൽ വരില്ല, ഹദീസുള്ളതാ. അങ്ങനെ ഒന്നൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂലേ? അങ്ങനെയൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാകാം. അതുകൂടി തിരുത്തിപ്പോയിക്കോ. ഇനിയിപ്പോ നാളെ സ്റ്റേജ് കിട്ടിയിട്ട് അനു മറുപടി പറഞ്ഞ് അങ്ങനെ പോകണ്ട. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വെറുതെ വേണ്ടാത്ത ഇങ്ങനെ പറയും. പിന്നെ നമ്മൾ സ്റ്റേജ് കെട്ടേണ്ടി വരിക ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വിവരക്കേടിന് നാളെ വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അതിന് നമ്മൾ മറുപടി പറഞ്ഞു കൊടുക്കാൻ വരേണ്ടതില്ല. ഇത് തരീഖത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. തരീഖത്തൊരു സമഗ്ര പഠനം. ഇതിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയുണ്ട്. എന്താ കേട്ടോളൂ. സ്വാലിഹീങ്ങൾക്കുള്ള സ്വപ്നം സത്യമാണെന്നും നുബൂവത്തിന്റെ 46 അംശമാണെന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊരു രേഖയായി അവലംബിക്കാൻ പറ്റിയതല്ല.
സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം അത് നുബൂവത്തിന്റെ 46 ഒരു അംശമാണ് എന്ന് വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ സ്വപ്നത്തെ രേഖയായി അവലംബിക്കാൻ പറ്റിയതല്ല. ഇന്നത്തെ വ്യാജ തരീഖത്തുകാരുടെ മുഴുവൻ അവലംബങ്ങളും സ്വപ്നമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇമാമുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം രേഖയല്ലെന്ന് സമർത്ഥിച്ചത്. കണ്ടോ, സ്വപ്നം രേഖയല്ല. താടി വടിക്കുന്ന, കാലിൽ തളയും കയ്യിൽ വളയും ധരിക്കുന്ന ശൈഖുമാരുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നോടങ്ങനെ ചെയ്യാൻ ഏതോ ശൈഖുമാർ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചതായിട്ടാണ് മറുപടി ലഭിക്കുക. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ താൻ സ്വപ്നത്തിൽ കണ്ടുവെന്നും എന്നോടങ്ങനെ നിർദ്ദേശിച്ചു എന്നുവരെയും പറയും. പേരോട് പറഞ്ഞില്ലേ, റസൂലുള്ള ഉറക്കത്തിൽ വന്ന് സ്വപ്നത്തിലൂടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ താൻ സ്വപ്നം കണ്ടു എന്നും എന്നോടങ്ങനെ നിർദ്ദേശിച്ചു എന്ന് വരെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് കണ്ടതെന്നും പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പ്രാപിക്കില്ലെന്നതുമാണ് കാരണമെന്നും സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത് ഇതിന് രേഖയുമാക്കും. ഒരിക്കലും ഇത് രേഖയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്നതിന് മാത്രമാണ് ഹദീസിൽ ഗ്യാരണ്ടി പറഞ്ഞത്. പ്രത്യുത സ്വപ്നത്തിൽ കേൾക്കുന്നതിനല്ല. എന്നിൽ നിന്നൊരാൾ കേട്ടാൽ എന്നിൽ നിന്ന് തന്നെയാണ് കേട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചാൽ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണെങ്കിലും അവിടുന്ന് വല്ലതും നിർദ്ദേശിച്ചതായി സ്വപ്നത്തിൽ അനുഭവമുണ്ടായാൽ അവിടുന്ന് തന്നെയാണ് ആ നിർദ്ദേശമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൂടാ. കാഴ്ചയിൽ ഉറപ്പായാൽ കണ്ട വ്യക്തിയിൽ നിന്ന് കേട്ടതിൽ എങ്ങനെ ഉറപ്പു വരാതിരിക്കുമെന്ന സംശയത്തിന് ഇപ്രകാരം മറുപടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുപുറത്ത് നിന്ന് പിശാച് വല്ലതും പറഞ്ഞെന്ന് വരാം. സ്വപ്നത്തിലെ കേൾവിക്ക് കൃത്യതയില്ലാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പറഞ്ഞത് എന്ന് ഇവർ ധരിച്ചെന്നും വരാം. അപ്പൊ റസൂലുള്ളാഹിയെ കാണുന്നല്ലാതെ റസൂലുള്ളാഹിയെ കേൾക്കുമെന്ന് ഹദീസിലില്ല. ചിലപ്പോൾ റസൂലുള്ളാഹിയെ കാണുന്ന ഘട്ടത്തിലായിരിക്കും പിശാച് അപ്പുറത്തെന്ന് പറയാ. ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം. ഇയാൾ വിചാരിക്കണം എന്തായിരിക്കും, ഇത് നബി പറഞ്ഞതാണ്, സത്യത്തിൽ പറഞ്ഞത് ശൈത്താനായിരിക്കും എന്ന് വരെ പൊന്മള അതിന് മറുപടി പറയുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ആ വ്യാഖ്യാനവുമായി നാളെ വരേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഈ രൂപത്തിലെ സ്വപ്നം കൊണ്ടാണ് സ്ഥിരപ്പെടുത്താൻ നോക്കിയത്. സ്വപ്നം ഈ രൂപത്തിൽ സ്ഥിരപ്പെടുത്താൻ പറ്റിയതല്ല എന്ന് മാത്രമല്ല, പിന്നെന്താ, ഒരു മുടി അത് കൊണ്ടുവന്നു കൊടുക്കുകയാണ് ഹസ്രജി. ഇവരെന്താ പ്രചരിപ്പിച്ചത്?